അവിടെയാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ആ സാധനത്തിലാണ് ഞാൻ ഈ പടം ആ പടത്തിൻ്റെ എലമെൻറ്റോട്ട് വിട്ടിരിക്കുന്നത്. അങ്ങനെ തള്ളി നിൽക്കപ്പെട്ട ഒരാളെ തള്ളി നിൽക്കപ്പെടാനല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സിനിമ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പെട്ടെന്ന് ഡൈല്യൂട്ട് ആകുന്ന ഒരു വിഷയമല്ലിത്. ഈ വിഷയം ഇച്ചിരി കാലികമായി ഇപ്പം പറയേണ്ട വിഷയമാണ്, പിന്നെ പറയണ്ടല്ലോ, ഇപ്പോഴേ ഇതിനൊരു സമയമുള്ളൂ. വിഷയം വളരെ ഗൗരവമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഞാൻ അതിനകത്ത് എൻ്റർടൈനറായിട്ടുള്ള ചില സാധനങ്ങൾ ചേർത്തതെന്ന് വെച്ചാൽ ഇതൊരു സിനിമയാണ്, ഇത് വിൽക്കപ്പെടണം, ആളുകൾ കാണണം, ആളുകളോട്ട് എത്തണം. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി ഗൗരവപരമായിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ ചിന്തിക്കുക. അതാണ് ഞാൻ ഈ യൂത്ത് ആൾക്കാരോട് പറയുന്നതിൻ്റെ പ്രധാന കാരണം. കാരണം യൂത്താണ് ആദ്യം സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു തള്ളിക്കയറ്റത്തിന് വേണ്ടിയില്ല. അവരോട് എനിക്ക് പറയാനുള്ളത് പ്രണയചിത്രങ്ങൾ മാത്രമല്ല, അങ്ങനെയുള്ള മാത്രമല്ല, ഇതുപോലുള്ള നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളാണ് നാളെ ഇവിടെ ഭരിക്കേണ്ട ആൾക്കാർ, നമ്മളാണ് ചെയ്യേണ്ടത്. ഈ തലമുറ നോക്കേണ്ട ആൾ ഈ യൂത്താണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. നമ്മളിപ്പം ഇതിനകത്ത് അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പം യൂത്തിന് പൈസ ഇല്ലാതാകുമ്പോഴും അവർ പല കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്നുണ്ട്. പലരും അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി. ഇനി ഒരു ഇത് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ വീണു പോകും. കാരണം അങ്ങനെ വീണ 3 ചെറുപ്പക്കാർ ഇതിനകത്തുണ്ട്. അത് നമ്മുടെ പല ആൾക്കാരുടെയും പ്രതിനിധികളാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ 3 പ്രതിനിധികളാണ് ഞാൻ ഇതിനകത്ത്. അങ്ങനെ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ ചിന്തിക്കൂ. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് നമുക്ക് വേണം ചില കാര്യങ്ങളിൽ. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഉപദേശിക്കുക എന്നൊക്കെ തോന്നരുത്. അത് കണ്ട് അത് മനസ്സിലാക്കി അത് വിലയിരുത്തി ഒരു നല്ല ഒരു പുതിയൊരു പ്ലോട്ടിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിന് ഇത് വെറുതെ തിയേറ്ററിൽ ആളെ കയറ്റാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല. ഞാൻ സത്യസന്ധമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. അല്ലാതെ ഈ സിനിമ കാണാൻ വരൂ നിങ്ങളെല്ലാം എന്ന് പറയുന്നതല്ല. എൻ്റെ ഒരു പൗരബോധം അത് ഞാൻ പറയുന്നതാണ്. അവർക്ക് കാണാം, പിന്നെ അവർക്ക് തീർച്ചയായിട്ടും അവർ കാണണമല്ലോ. കാരണം അവരെ മാവോയിസ്റ്റ് പലപ്പോഴും ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ കാണുന്നത് നല്ലതാണ്, എല്ലാവർക്കും കാണാമല്ലോ ഇത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ മമ്മൂട്ടി സാർ എന്ന് പറയുന്ന വലിയ നടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ രസിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയാണിത്. അതിൽ പറയുന്ന കാര്യം ഇച്ചിരി ഗൗരവമുള്ളൊരു കാര്യം കൊണ്ട് ഇപ്പോഴത്തെ ഇതായിട്ടുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ, അങ്ങനെ വെറുതെ ചെയ്യണ്ടെന്ന് വെച്ചു. അതാണ് കുടുംബ പ്രേക്ഷകർ ഇപ്പോൾ ഉണ്ട്. ഇനി യൂത്താണ് വരേണ്ടത്. കുടുംബ പ്രേക്ഷകർ വരാൻ തുടങ്ങി. അവർ ഇതുപോലെ കേട്ടറിഞ്ഞ് കാരണം മമ്മൂട്ടി സാറും പടത്തിന് കുടുംബ പ്രേക്ഷകർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർ അറിയുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കാണണം, ഈ സിനിമ യൂത്തും കാണണം. ഇത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സിനിമയല്ല ഇത്. ഈ സിനിമ ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ സബ്ജക്റ്റ് പരമായിട്ട് അതാണ്. എല്ലാവർക്കും കാണാവുന്ന നല്ല സിനിമയാണ്. കുടുംബ പ്രേക്ഷകർക്ക് അവരുണ്ട്, അവർ ഇനിയും വരണം കാണാത്തവർ. നല്ല സിനിമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ക്ലീറ്റസിലൂടെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ പ്രേക്ഷക ബന്ധമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റിയതും. എനിക്ക് തുറന്നെൻ്റെ ആത്മവിശ്വാസമൊക്കെ ഇവരാണ്. അപ്പോൾ അവരെ എനിക്കില്ല, നല്ല രീതിയിൽ വരും. ഇത് സെൻസർ ചെയ്തെന്ന് എല്ലാവർക്കും സംശയമായി. കാരണം തിയേറ്ററുകാർ പലരും വിളിച്ച് ചോദിച്ചു ഇത് റിലീസ് കാരണം ഈ സെൻസർ പ്രേമത്തിൻ്റെ ഇഷ്യൂ വന്നതോടെ അവിടെ സെൻസറിൻ്റെ അവിടെ എന്തോ ഇതുണ്ടായി. സെർച്ചിങ്ങൊക്കെ വന്നാൽ അവിടെ സെൻസർ ചെയ്യുന്നില്ല, അത് ന്യൂസ് സ്പ്രെഡായപ്പം ഞാൻ ഓൾറെഡി സെൻസർ ചെയ്ത് കഴിഞ്ഞിരുന്നു അച്ചാദിൻ. അപ്പോൾ തിയേറ്ററിൽ നിന്നെല്ലാം വിളി വരാൻ തുടങ്ങി. പലരും വിളിച്ചിട്ട് ഇത് ഇറങ്ങില്ല അത് ഭയങ്കര ഫ്ലാഷ് ഇറങ്ങി. അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. ഇത് പറയുമ്പോൾ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇടാമെന്ന് എന്നറിയോ, നേരത്തെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓരോരുത്തർ വിളിച്ച് ചോദിക്കും. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റിലീസ് പതുക്കെ വെച്ചോളൂ നിന്നപ്പോഴത്തേക്കിനും ഇവർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി ഇട്ടതല്ല, സെൻസർ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. കാരണം ഒരിക്കലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നൊരു സിനിമയെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കുടുംബങ്ങൾക്ക് സഭ്യതയോടെ ഇരുന്ന് കാണാൻ നല്ല രീതിയിൽ അശ്ലീലങ്ങളൊന്നുമില്ലാത്ത സിനിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും ഈ സിനിമയിലില്ല. ഇതിൽ വളരെ ഒരു മോശമായ ഡയലോഗില്ല, ഒന്നുമില്ല. നല്ല രസമായിട്ടിരുന്ന് കാണാവുന്ന ഉഗ്രം ത്രില്ലറാണ് ഈ സിനിമ. നല്ല രസമായി പറഞ്ഞു പോകുന്ന ത്രില്ലർ സിനിമയാണിത്. ഫസ്റ്റ് ഹാഫിലൊരു ഫാമിലി, സെക്കൻഡ് ഹാഫിൽ ആ ത്രില്ലർ, അതൊരു ബ്ലെൻഡ് ചെയ്ത് രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിനകത്ത് പാട്ടും എല്ലാം ഉണ്ട്. അപ്പം അത് ഞാനിങ്ങനെ ഇരുന്ന് എല്ലാം ഉണ്ട് നിങ്ങളെന്നൊക്കെ പറയുന്നപ്പോൾ നമ്മൾ സ്വയം ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അതല്ല, കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയാണ്. അത് എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറയുന്നത്.